ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റാണ് ഈ ലക്കം പോഡ്കാസ്റ്റ്. പല കാരണങ്ങളാലും എൻ്റെ ഹൃദയത്തിനോട് വളരെ അടുത്തു നിൽക്കുന്ന അനിയനോ സുഹൃത്തോ എന്നൊക്കെ വിളിക്കാവുന്നതും എനിക്ക് വളരെ പ്രിയപ്പെട്ട ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്ത പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ആ, ചലച്ചിത്രം ഇത്തിരി നേരം തിയേറ്ററുകളിൽ ഇപ്പോൾ ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചലച്ചിത്രമാണ്. പ്രശാന്ത് വിജയിയും ഈ മനോഹരമായ സിനിമയുടെ തിരക്കഥ എഴുതിയ വിശാഖ് ശക്തിയുമാണ് ദില്ലി ദാലി പോഡ്കാസ്റ്റിന്റെ ഈ വിശേഷാൽ പ്രതിയിൽ ആ, അതിഥികളായിട്ട് വന്നിരിക്കുന്നത്. സ്വാഗതം രണ്ടുപേർക്കും. ആദ്യം തന്നെ ആ, ഈ മനോഹരമായ ചലച്ചിത്രത്തിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. പ്രശാന്ത് വിജയുടെ അതിശയങ്ങളുടെ വേനൽ 2017 ചിത്രം, അതിനുശേഷം 2013 എടുത്ത ദായം എന്ന ചിത്രം, പിന്നീട് 2013 എടുത്ത അങ്കുലി ചാലിതം, പിന്നെ ആദ്യം 2013 അങ്കുലി ചാലിതം, പിന്നെ 2017 അതിശയങ്ങളുടെ വേനൽ, പിന്നെ 2023 ദായവും, 2025 ഇത്തിരി നേരത്തിലും വന്നു നിൽക്കുകയാണ് പ്രശാന്ത് വിജയ്. വിശാഖ് ശക്തി ഒരു എഞ്ചിനീയർ ടേൺഡ് പ്രൊഡക്ഷൻ മാനേജറാണ്. ഗൂഗിളിലും ആമസോണിലും ഒക്കെ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യ നോവലായ മാംഗോ പീപ്പിൾ ഇൻ ബനാന റിപ്പബ്ലിക് ക്രോസ് വേർഡ്സ് പബ്ലിഷ് ചെയ്ത നോവലാണ് എന്നാണ് എൻ്റെ ധാരണ. അത് വളരെ ശ്രദ്ധേയമായ നോവലായിരുന്നു. ഇത്തിരി നേരം എന്ന ചലച്ചിത്രം വിശാഖ് ശക്തിയുടെ ആദ്യ തിരക്കഥയാണ്. എനിക്ക് രണ്ടുപേരോടും ഒരൊറ്റ ചോദ്യം ആണ് ആദ്യം ചോദിക്കാനുള്ളത്. നീ പണ്ടത്തെ പോലെ ഇപ്പോഴും ഡീസന്റ് ആണോ? ആദ്യം വിശാഖിന് മറുപടി പറയാം. ഞാൻ പണ്ടേ ഡീസന്റ് അല്ല സർ, ഇപ്പൊ തീരെ ഡീസന്റ് അല്ല. ഈ ചോദ്യം ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ നായിക നായകനായ അനീഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ പണ്ടത്തെ പോലെ ഇപ്പോഴും ഡീസന്റ് ആണ് എന്നുള്ളത്. പണ്ടും ഡീസന്റ് അല്ല, ഇപ്പോഴും ഡീസന്റ് അല്ല എന്നാണ് തിരക്കഥാകൃത്ത് പറയുന്നത്. അപ്പൊ ചോദ്യം അനീഷ് ശരിക്കും ഡീസന്റ് ആണോ എന്നാണ് ചോദ്യം. സാർ ആരെ കുറിച്ചാണ് ചോദിക്കുന്നത്? അനീഷിനെ കുറിച്ചാണോ ഞങ്ങളെ രണ്ടുപേരോട് കുറിച്ചാണോ? അല്ലല്ല, അനീഷിനോടല്ല. ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഡീസന്റ് ആയിരുന്നു എന്നാണ് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് വർക്ക് ചെയ്തതെന്ന് തോന്നുന്നു. അതെ അല്ലേ? ഡീസന്റ് ആയ ഒരു സംവിധായകനും ഡീസന്റ് അല്ലാതിരുന്ന ഒരു തിരക്കഥാകൃത്തും എന്നുള്ളതായിരുന്നു തോന്നുന്നു. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ, എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു അഭിപ്രായം, കുടുംബങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ലളിത സിനിമ. വിശാഖ് പറയാം. വിശാഖ് പറയാം. കുടുംബങ്ങളെ ഭയപ്പെടുത്തുമോ എന്നൊരു എന്താ പറയണ്ട ഒരു ആശങ്ക എനിക്ക് ഉണ്ടായിരുന്നു എഴുതുന്ന സമയത്തും. ഞാൻ പലപ്പോഴായിട്ട് പ്രശാന്തിനോട് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. നമ്മൾ ഇതിന്റെ പല ഘട്ടങ്ങളിലായിട്ട് റിലീസിന് തൊട്ട് മുമ്പേ വരെ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുടുംബങ്ങളെ ഭയപ്പെടുത്തുമോ എന്ന ടേംസിലല്ല, പക്ഷെ നമ്മുടെ ധാർമ്മികതയും മൊറാലിറ്റിയും ഒക്കെ ഇത് കുത്തിനോവിക്കാൻ സാധ്യതയുണ്ടോ എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയറിനെ റൊമാൻറ്റിസൈസ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു എന്താണ് ഒരു ആരോപണം ഇതിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ പ്രേക്ഷകരുടെ പ്രതികരണം കണ്ടിട്ട് അങ്ങനെ ഒരു ആശങ്ക പ്രത്യേകിച്ച് ആരും ഉന്നയിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഈ വിശാഖിന്റെ അത്രയും പേടി ആശങ്ക എനിക്ക് ഒരു കാലത്ത് ഇല്ലായിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു കാര്യം, ഈ വിശാഖിന്റെ എഴുത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു സംവിധാന ശൈലിയിൽ ഒട്ടും ജഡ്ജ്മെന്റൽ അല്ലാതെ ആൾക്കാരെ നോക്കി കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും നോക്കി കാണാനുള്ള ഒരു രീതി ഞാൻ ആദ്യം തൊട്ടേ ഈ സംവിധാനത്തിൽ ഒരു നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് കൊണ്ടുവരികയും വിശാഖിന്റെ എഴുത്തിലും ആ ഒരു ജഡ്ജ്മെന്റ് ഇല്ല. ഇവരെ നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ അസാധാരണമായ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാരായ ക്യാരക്ടേഴ്സ്, ഒന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ. ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്
അസംതൃപ്തമായ ഒരു കുടുംബത്തിൽ ഉള്ള ആളല്ല, അസംതൃപ്തമായ ഒരു ദാമ്പത്യമോ സ്വരച്ചേർച്ചയില്ലാത്ത ഒരു പാർട്ട്ണറോ ഉള്ള ആളല്ല അനീഷ്. അപ്പൊ എന്ന് പറയുമ്പോൾ തന്നെ അതായിരുന്നെങ്കിൽ തന്നെ ഇത് ഒരു പക്ഷേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുകയും ഈ പറഞ്ഞ കുറച്ചും കൂടെ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ വരാനൊരു സാധ്യത വരികയും ചെയ്യുമായിരുന്നു. ഇത് വളരെ നോർമലായിട്ടുള്ള വളരെ എന്താ പറഞ്ഞ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ദമ്പതിമാരുടെ ഇടയിൽ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ അപ്പൊ അതൊന്നും ഇതെല്ലാം ആളുകൾക്ക് മനസ്സിലാവുന്ന കുറച്ചും കൂടെ എംപതൈസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസും ആൾക്കാരുമായിട്ട് കാണിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസമായിട്ടിരുന്നത്. ആ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ ഇതൊരു പ്രശ്നമാവൂ എന്നുള്ളത്. ഇത്തരം പ്രമേയങ്ങൾ ഇതിനു മുമ്പും മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും തീർച്ചയായും പാശ്ചാത്യ സിനിമകളിലുമെല്ലാം വന്നിട്ടുള്ളതാണ്. എന്നാലും ഈ ഒരൊറ്റ മഴയത്ത് പുൽനാമ്പുകൾ തലപൊക്കും എന്ന് പറയുന്നത് പോലെ ഒരൊറ്റ ചലച്ചിത്രത്തിന് ആളുകളെ ഉലയ്ക്കാൻ പറ്റും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ സിനിമ ഉലയ്ക്കും. ഇത് അതിൽ വിശാഖ് ശക്തിയും പ്രശാന്തും വിജയിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, പ്രശാന്തിന്റെ ഇതിന് മുമ്പുള്ള അങ്കുലിചാലിതമാകട്ടെ, അതിശയങ്ങളുടെ വേനകലാകട്ടെ, ദായം ആകട്ടെ, ആ സിനിമയിൽ നിന്നും ഈ സിനിമയ്ക്കുള്ള വിടുതൽ എന്ന് ഞാൻ കാണുന്നത് ഇത് സംഭാഷണങ്ങളുടെ സിനിമയാണ്, ദൃശ്യത്തിന്റെ അകമ്പടിയാണ്. ദൃശ്യം ഒരു അകമ്പടിയായി നിൽക്കുകയും സംഭാഷണങ്ങൾ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരിക്കലും അർത്ഥമാക്കുന്നില്ല ഇത് ഒരു ദൃശ്യകാവ്യം അല്ല എന്ന്. ഇതൊരു ദൃശ്യകാവ്യം തന്നെയാണ്. പക്ഷേ പ്രശാന്തിന്റെ ഇതിനുള്ള മുമ്പുള്ള സിനിമകളിൽ നിന്നും ഇതിനെ തികച്ചും വ്യത്യസ്തമാക്കുന്നത് ഇത് സംഭാഷണമാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഈ വിശാഖ് ശക്തിയുടെ അതിമനോഹരമായ സ്ക്രിപ്റ്റിലും സംഭാഷണങ്ങളിലും പ്രശാന്തിന്റെ ഇതിന്റെ മുമ്പുള്ള സിനിമകളിൽ നിന്നും ഒരു വിടുതൽ ചെയ്തുകൊണ്ട് ഈ സിനിമ ഉണ്ടാക്കുമ്പോൾ പോലും പ്രശാന്ത് വിജയുടെ തുടർച്ച, എല്ലാ സിനിമകളുടെയും ഉള്ള ചലച്ചിത്ര ഭാഷയുടെ തുടർച്ച അതിശക്തമായി ഇത്തിരി നേരത്തിലും ഉണ്ട് എന്ന് കരുതുന്ന ഒരാളും കൂടിയാണ് ഞാൻ. എങ്കിലും ഞാൻ ഈ പറഞ്ഞ വിടുതലിനെ കുറിച്ച് പ്രശാന്തിന്റെ അഭിപ്രായം എന്താണ്? എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ്. അത് ഈ സമാന ചിന്തകളും മനസ്സുമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കും. അത് മറ്റുള്ള ആളും കൂടെയുള്ള ആൾക്കാരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഈ ഇതേപോലെ ഒരു താല്പര്യം, വളരെ തുറന്ന് സംസാരിക്കുന്ന, പല പല വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്ന കഥാപാത്രങ്ങളുള്ള സിനിമകളെ പറ്റിയും എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഇഷ്ടമാണ്. അപ്പൊ അത് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു കാര്യം ചെയ്തു നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു വിശാഖും ഞാനും ഇതിനു മുമ്പും ഇതുപോലൊരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഞാൻ വിശാഖിന് ഈ സംഭാഷണങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് അതാണ്. ഈ പറയുന്ന ആ ഒരു ലോക സൃഷ്ടി തന്നെ നടക്കുന്നത് ഈ രണ്ടുപേരും സംസാരിക്കുന്നതിലൂടെയാണ്. അപ്പൊ അതിന്റെ ഒരു രസച്ചരട് പൊട്ടാതെ കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു കഴിവ് വിശാഖനുണ്ടെന്നുള്ളത് നേരത്തെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു സബ്ജക്ട് കിട്ടുമ്പോൾ അത് എഴുതാൻ വിശാഖ് തന്നെയാണ് അതിന് പറ്റിയ ആള് എന്ന് തീരുമാനിക്കുകയും വിശാഖിലെത്തുകയും ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ സിനിമകളും അത്രയും ശ്രദ്ധയോടെ നിരീക്ഷിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ചേട്ടൻ പറയുന്നത് വളരെ കൃത്യമാണ്. കാരണം ഇതെല്ലാം ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ എന്താ പറയുന്നത്, തലച്ചോറിന്റെ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് പറയാം. ആ ഒരു തുടർച്ച, എസ്തെറ്റിക് ആയിട്ടുള്ള തുടർച്ച ഇതിലെല്ലാം ഉണ്ട്. അത് പിന്നെ ഈ ഒരു സ്ക്രിപ്റ്റാണ് അതിനെ വ്യത്യസ്തമാക്കുക എന്ന് പറയാം. ആ സ്ക്രിപ്റ്റിന്റെ പരിചരണമാണ് ബാക്കിയുള്ള കാര്യങ്ങളെ ഇൻഫോം ചെയ്തത്. ഈ സംഭാഷണങ്ങളിലൂടെ ഈ കഥാഗതിയെ ഒരു ചലച്ചിത്രത്തിന്റെ തിരക്കഥ എഴുതുമ്പോൾ സംഭാഷണങ്ങളിലൂടെ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള ഒരു തീരുമാനം വിശാഖിന് ഉണ്ടായിരുന്നോ, അതോ ഈ സിനിമ ഇങ്ങനെ ആയി തീർന്നതാണോ? വിശാഖിനോടാണ് എന്റെ ചോദ്യം. നമ്മൾ തുടക്കം മുതലേ നമ്മൾ വളരെ ക്ലിയർ ആയിരുന്നു. ഇതൊരു സംഭാഷണങ്ങളിൽ ഊന്നിയുള്ള ഒരു സിനിമ ആയിരിക്കും എന്നുള്ളത്. ഇൻഫാക്ട് ഒരു ഉടനീളം സംഭാഷണങ്ങളിലൂടെ പോകുന്ന ഒരു കോൺവെർസേഷണൽ റൊമാൻസ് ഡ്രാമ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ നിന്നാണ് നമ്മൾ ഈ സബ്ജക്ട് പിക്ക് ചെയ്യാൻ തന്നെ കാരണം. ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്, സാറിന് അറിയാം. അപ്പൊ ആ ഇൻസിഡന്റ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ നമുക്ക് മുന്നേ ഉള്ള ഈ ഒരു ആഗ്രഹം സബലീകരിക്കാൻ ഉതകുന്ന ഒരു പ്ലോട്ട് എലമെന്റ് അതിലുണ്ട് എന്നതാണ്. അപ്പോൾ ഇതൊരു
സംഭാഷണങ്ങളിലൂടെ പോകുന്ന ഒരു കോൺവെർസേഷണൽ സിനിമ ആയിരിക്കുമെന്ന് ക്ലാരിറ്റി നമുക്കുണ്ടായിരുന്നു ആദ്യം മുതൽ. പിന്നെ സാറിന് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രശാന്ത് പറഞ്ഞ മറുപടിക്ക് ഒരു അഡൻഡം കൊടുക്കാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ, ഇത് ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുകയാണ്, ഒരു സംഭാഷണത്തിൽ ഊന്നിയ ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് 2 സംവിധായകർ സംവിധാനം ചെയ്താൽ അത് 2 സിനിമകളായി മാറും. അത് വളരെ വ്യത്യസ്തമായ 2 സിനിമകളായി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഡയലോഗ് ഡ്രിവൺ സിനിമ എന്ന് പറയുമ്പോൾ പോലും ഒരു സംവിധായകന്റെ ടേസ്റ്റ് ആണ് ആ സിനിമയിൽ അവസാനം റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന സിനിമ ഇത്തിരി നേരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സിനിമ സത്യം പറഞ്ഞാൽ സംവിധായകന്റെ ടേസ്റ്റിലൂടെ കടന്നുപോയി എന്താണ് പറയേണ്ടത്, റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. അപ്പോൾ അത് ആ ടേസ്റ്റ് പല പല ഘട്ടങ്ങളിലും പ്രതിഫലിക്കും. അത് തിരക്കഥ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ തിരക്കഥയിൽ എന്ത് ഉൾപ്പെടുത്തണം, ഏത് ഡയലോഗുകൾ വേണം വേണ്ട എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ സംവിധായകനാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വിഷ്വലൈസേഷൻ, ഇതിന്റെ ഷോട്ടുകളും അതിന്റെ ദൃശ്യാവിഷ്കരണം സംവിധായകൻ സിനിമാറ്റോഗ്രാഫറിന്റെ എന്താണ് പറയേണ്ടത് ഒരു പാർട്ട്ണർഷിപ്പോട് കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ സംഗീതത്തിന്റെ ഉപയോഗം, ശബ്ദങ്ങളുടെ ഉപയോഗം, ഈ ഡയലോഗുകളെ വളരെ നാച്ചുറലൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതിൽ ഉള്ള പങ്ക്, ഇതിലൊക്കെ സംവിധായകന്റെ ടേസ്റ്റ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയലോഗ് ഡ്രിവൺ സിനിമ എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു സംവിധായകന്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ ഒട്ടും കുറവാണെന്ന് പറയാൻ സാധിക്കില്ല. കുറവൊന്നും പറയാൻ പറ്റില്ല. ഇനി ഞാൻ ഈ ദിലീദാലിയുടെ ഈ പോഡ്കാസ്റ്റ് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നവരിൽ ഒരു വിഭാഗമെങ്കിലും ഈ സിനിമ ഇപ്പോഴും കാണാത്തവരാണ്. കേരളത്തിൽ ഏതൊക്കെ തിയേറ്ററുകളിലാണോ ഇതുള്ളത് ആ തിയേറ്ററുകളിൽ പോയി ഈ ചലച്ചിത്രം കുടുംബസമേതം ധൈര്യത്തോടുകൂടി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ പോഡ്കാസ്റ്റിലൂടെ. കാരണം നാം അഭിമുഖീകരിക്കേണ്ട സത്യമാണ് ഈ സിനിമ എന്നുള്ളത്. ഈ സിനിമയിൽ ഒരു സത്യമുണ്ട്. ആ സത്യം എന്താണ്? നബ്രൂയാൽ സത്യം അപ്രിയം. എന്നെക്കാൾ നന്നായിട്ട് സംസ്കൃതം പ്രശാന്തിന് അറിയാം. അതുകൊണ്ട് നബ്രൂയാൽ സത്യം അപ്രിയം. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക, പ്രിയ സത്യങ്ങൾ മാത്രം പറയുക എന്ന് പറയുന്നതിൽ നിന്ന് മാറി പ്രശാന്ത് ഈ സിനിമയിലൂടെ ഒരു അപ്രിയ സത്യം വിളിച്ചു പറഞ്ഞതാണ്. ഇത് ആളുകൾ കുടുംബസമേതം പോയി കാണേണ്ട സിനിമയാണ്. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഇതിലെ പ്രധാനപ്പെട്ട 6 കഥാപാത്രങ്ങൾ, ഒന്ന് അനീഷാണ്, 2 സെറിൻ ഷിഹാബ്, അതിമനോഹരമാണ്. അവർ രണ്ടുപേരും അതിമനോഹരമായിട്ടാണ് റോഷനും സെറീനും അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നന്ദുവും, പിന്നെ ആനന്ദ് മന്മഥനും, പിന്നെ ജിയോ ബേബി ഒരു ഓട്ടോറിക്ഷയിൽ വരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഇതിൽ നീതു, ഇതിൽ നായകന്റെ ഭാര്യ. എനിക്ക് നിങ്ങളോട് 2 പേരോടും ചോദിക്കാനുള്ളത്, ഏതാണ്ട് തികഞ്ഞ അസാന്നിധ്യത്തിലൂടെ ഈ ഉടനീളം ഏതാണ്ട് തികഞ്ഞ അസാന്നിധ്യത്തിലൂടെ, പൂർണ്ണ അസാന്നിധ്യം എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഈ കഥാഗതിയിൽ ഏതാണ്ട് പൂർണ്ണ അസാന്നിധ്യത്തിലൂടെ സന്നിഹിതയായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇതിൽ നായകന്റെ ജീവിത വ്യതിയാനങ്ങളിൽ സ്വന്തം കുഞ്ഞിന്റെ മമോദിസയുടെ തലേന്ന് രാത്രിയിൽ ഉണ്ടാകുന്ന ഒരു ജീവിത വ്യതിയാനത്തിൽ, അതിനെ വ്യതിയാനമെന്ന് വിളിക്കാമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അതിനെ വ്യതിയാനം എന്ന് വിളിക്കുന്ന ആളെ അല്ല, എങ്കിൽ പോലും നടപ്പ് രീതി വെച്ച് ഞാൻ പറയുകയാണ്. ഈ നീതു എന്ന കഥാപാത്രത്തിനെ കുറച്ചുകൂടി സംഭാഷണങ്ങളിലോ കുറച്ചുകൂടി ദൃശ്യങ്ങളിലോ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് 2 പേർക്കും തോന്നിയിരുന്നോ? എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല. കാരണം ഇത് അനീഷിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള കഥ പറച്ചിലാണ്. തുടക്കം മുതൽ അവസാനം വരെ അനീഷിന്റെ കണ്ണുകളിലൂടെയാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം കാണുന്നത്. അതിൽ അഞ്ജനയുടെ സാന്നിധ്യം പോലും സെക്കൻഡറിയാണ്. അപ്പം അനീഷിന്റെ ധർമ്മസങ്കടവും എന്താണ് പറയേണ്ടത്, ധാർമ്മിക അങ്ങനെയാണെങ്കിൽ അനീഷ് കുറച്ച് അൺകൈൻഡ് ആണോ അനീഷിന്റെ പെർസ്പെക്റ്റീവില്? ആരോട്? ടുവേർഡ്സ് നീതു അല്ലേ? അത് ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടത്തിൽ ഇത് വ്യാഖ്യാനിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ
അപ്പോൾ എൻ്റെതായൊരു വ്യാഖ്യാനം ഞാൻ ഇതിന് കൊടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സംശയമുണ്ട്. പ്രശാന്തിനോ? അത് അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ ഞാൻ കുറ്റപ്പെടുത്തില്ല. അത് അവരുടെ വായനയാണ്. അതിനുള്ള അവരുടെ സ്വാതന്ത്ര്യം വായനയാണ്. അവർക്കുണ്ട്. അല്ല, വളരെ എനിക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു ജീവിത മുഹൂർത്തമാണ് അനീഷിൻ്റെത്. അപ്പോൾ അതിൽ ഒരു ജഡ്ജ്മെന്റൽ ആകാൻ എനിക്ക് പലപ്പോൾ കഴിയില്ല, അതിൻ്റെ ഇത് ജഡ്ജ്മെന്റൽ ആകാൻ. പക്ഷെ എങ്കിൽ പോലും ഞാൻ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 കഥാപാത്രങ്ങളിൽ 5 പേർ ഏതാണ്ട് പൂർണ്ണമായും ഈ വെള്ളിത്തിരയിൽ ഉണ്ടാകുമ്പോൾ ഒരാൾ മാറി നിൽക്കുന്നു എന്നുള്ളത്. പക്ഷെ മാറി നിന്നാൽ പോലും മാറി നിന്നുകൊണ്ട് ചില കഥാപാത്രങ്ങൾക്ക് വരാമല്ലോ. ഇപ്പോ കാഞ്ചന സീതയിൽ അരവിന്ദൻ സീതയെ കൊണ്ടുവരുന്നേ ഇല്ലല്ലോ, പക്ഷെ ആ സിനിമ മുഴുവൻ കാഞ്ചന സീതയാണല്ലോ. അതുപോലെ പ്രശാന്ത് പറഞ്ഞില്ല എന്റെ ഈ അങ്ങനെയാണ്. ഇപ്പം ഈ വിശാഖ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ തുടങ്ങുന്നത് അനീഷിന്റെ മുഖത്താണ്, സിനിമ തുടങ്ങുന്ന അനീഷിന്റെ മുഖത്താണ്, അവസാനിക്കുന്ന അനീഷിന്റെ മുഖത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമാക്കുകയാണ് ഇത് അനീഷിന്റെ കഥയാണ്, അനീഷിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പൊ അനീഷിന്റെ ജീവിതത്തിലെ ഒരു പങ്കാളി എന്നുള്ള രീതിയിലുള്ള സാന്നിധ്യമായിട്ട് ഗീതു എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ നിറഞ്ഞു നിൽക്കുന്നു. ഗീതുവിന്റെ സാന്നിധ്യം അസാന്നിധ്യത്തിലൂടെയും ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, അതിനൊരു കുട പോലെ അതിന്റെ മുകളിലുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ രംഗങ്ങൾ കൊണ്ടോ കൂടുതൽ ഡയലോഗുകൾ കൊണ്ടോ വേണം എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഗീതു എന്നുള്ള മെൻഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് തന്നെ അത് വന്നില്ലെങ്കിൽ പോലും എനിക്ക് പലപ്പോഴും തോന്നി. ഇപ്പം നമ്മള് ഇതിന്റെ നീളം കുറച്ച് കുറയ്ക്കാനായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ രംഗങ്ങളുണ്ട്. അപ്പൊ അതിൽ ഗീതുവിന്റെ സീൻസ് ഒന്നും പോയിട്ടില്ല. പക്ഷെ ഈ ഇടയ്ക്ക് കാണിക്കുന്ന പോലീസുകാരനായ അളിയന്റെ സീൻ നമ്മൾ ഒരെണ്ണം കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കളയാൻ കാര്യം നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ആളുകളെ കാണിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചക്കാർ ഇടയ്ക്ക് പറയുന്നത് അവർ ഈ ഒരു പോലീസുകാരൻ ഇപ്പോൾ നൈറ്റ് പെട്രോളിലായ ആ പോലീസുകാരൻ വഴിയിൽ തടഞ്ഞു നിർത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ആളുകളുടെ തലയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് സ്പൂൺ ഫീഡ് ചെയ്തില്ലെങ്കിൽ, നമ്മളായിട്ട് ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഗീതു എന്നുള്ളതും തിരിച്ച് വീട്ടിലേക്കാണ് ചെല്ലേണ്ടതെന്നുള്ളതും ഒരു സത്യമായി എല്ലാവരുടെയും മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അതിന് കൂടുതൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നത്. എനിക്ക് ഈ സിനിമയുടെ പ്രമേയത്തിനെ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ പ്രമേയത്തിനെ ഒരു ആധുനികമായ ഒരു ജീവിത വീക്ഷണത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു സംഭാഷണ ശകലം എനിക്ക് തോന്നിയത്, ഞാൻ ശ്രീജിതനായ രാമനുമല്ല സ്ത്രീജിതനായ കൃഷ്ണനുമല്ല എന്നുള്ളതാണ്. ഈ പെൻഡുലം മതാധിഷ്ഠിതമായ, അത് നൽകുന്ന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നമ്മുടെ കുടുംബങ്ങളിൽ ആണും പെണ്ണും അഭിനയിച്ച് തീരുന്ന ജീവിതങ്ങളുടെ ഒരു പ്രസ്താവനയാണ് ഇതിൽ. ഒരാണ് പറയുകയാണ്, ഞാൻ ശ്രീജിതനായ രാമനുമല്ല, എന്നാൽ ഞാൻ സ്ത്രീജിതനായ കൃഷ്ണനുമല്ല എന്നുള്ള ഈ പ്രസ്താവന. ഈ സിനിമ തന്നെ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ, ഇത്തിരി നേരത്തിലെ നായകൻ ഒരു പോഡ്കാസ്റ്റ്, ഒരു ടോക്ക് ഷോ നടത്തുന്നയാളാണ് എന്നുള്ളത് കൊണ്ട് ആ ടോക്ക് ഷോ നടത്താൻ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി ഈ സിനിമയുടെ പ്രമേയത്തിന്റെ സ്വഭാവമുള്ള വാചകങ്ങൾ മൈത്രേയൻ എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ് ചെയ്ത കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ വഴി ആദ്യം തന്നെ ഇത് പറയണമായിരുന്നോ, അല്ലാതെ തന്നെ ഈ സിനിമ ഈ പ്രമേയം ശക്തമായി അവതരിപ്പിക്കുന്നില്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അത് പങ്കുവയ്ക്കണം എന്ന് എനിക്ക് തോന്നി. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യാം. എന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ഇത് എനിക്കൊന്നും ഈ കുറച്ചൊരു ഞാൻ എപ്പോഴും ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമകളും ഇതുമായിട്ട് ഞാൻ വ്യത്യാസം കാണും. നമ്മളൊരു ലാർജർ ഓഡിയൻസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു കണക്ട് ചെയ്ത് കൊടുക്കൽ എന്നൊരു പണി നമ്മളും കൂടെ കുറച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. പൂർണ്ണമായും അവരുടെ ഭാവനയിൽ നിന്ന് വരും, അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ നിന്ന് കണക്ഷൻസ് ഉണ്ടാവുന്നില്ല. അപ്പൊ അതിനുള്ള സഹായങ്ങളിൽ ഒന്ന് ആയിരുന്നു മൈത്രേയനെ കൊണ്ട് അത് പറയിപ്പിക്കുക, മൈത്രേയനിലൂടെ അത് പുറത്തു വരിക എന്നുള്ളത്. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ തീം എന്നുള്ള ഒരു സൂചന അവിടെ കൊടുക്കുക. അപ്പൊ പലരും ഈ കാണുന്ന പല പ്രേക്ഷകരും
അതിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും മൈത്രൻ തന്നെ മറന്നു പോകുന്നുണ്ട്, ആ സീൻ അതെ തന്നെ അതെ മറന്നു അതെ പോകുന്നുണ്ട്. ഓർക്കുന്ന ആളുകൾക്ക് ഇത് ആ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് അതിനകത്തൊരു രസം അവർ കണ്ടുപിടിക്കുന്നുണ്ട്, ഇതായിരുന്നല്ലോ ആദ്യം പറഞ്ഞു വെച്ചതെന്നുള്ള കാര്യങ്ങൾ. ആ, പിന്നെ ഈ മറ്റേ ഡയലോഗിന്റെ കാര്യം അതെനിക്കൊന്ന് പൂർണ്ണമായിട്ടും എന്റെ 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 വിശാഖ. വ്യക്തിപരമായ അനുഭവത്തിൽ മൈത്രേയനെ ഞാൻ സിനിമയുടെ ഒരു 20 മിനിറ്റുകൾക്ക് ഞാൻ മൈത്രേയനെ പൂർണ്ണമായും മറന്നതാണ്. ഓക്കെ. അതെ. ഉം. അത് അതിനകത്ത് വേറൊരു ഈ പറഞ്ഞ നമ്മുടെ നരേറ്റീവില് ഒരു ധർമ്മമുണ്ട്. എന്താണ് അയാളുടെ ജോലിയെന്നും എന്താണ് അയാളുടെ അതെ. ജോലിയുടെ പ്രതിസന്ധികളെന്നും ആ ജോലിയുടെ പ്രതിസന്ധി അതിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷനും ഒക്കെ അയാളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ തന്നെ ഭാഗമാണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നട്ടലോടെ നിൽക്കാൻ പറ്റാതിരിക്കൽ എന്നുള്ളത് അയാളുടെ ജീവിതത്തിന്റെ ഒരു കോമൺ ട്രേറ്റ് ആണെന്നുള്ളത് നമ്മൾ പല വിധത്തിൽ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പണ്ട് പറയുന്ന അയാൾക്ക് പണ്ട് ഈ വിട എന്ന് പറയുന്ന കവിത വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയപ്പോ ഞാൻ വിശാഖിനോടാണ് പറയുന്നത്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയപ്പോൾ അതൊരു പാഠപുസ്തകമായി. അത് പാഠപുസ്തകമായപ്പോൾ ആ, പാഠപുസ്തകം ആകുന്നതിന് മുൻപ് തന്നെ പ്രസിദ്ധീകരിച്ചപ്പോൾ, ആദ്യമായി കവിത മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു സ്റ്റാർ ഇട്ടിട്ട് താഴെ വൈലോപ്പിള്ളി ഒരു വരി എഴുതി, ആ, അർത്ഥം വ്യക്തമാണ്, ഏ അർത്ഥം വ്യക്തമാണ്, വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് എഴുതി. അപ്പൊ അതിനുശേഷം ബാലചന്ദ്രൻ ചുള്ളിക്കാട് വൈലോപ്പിള്ളിയെ കണ്ടപ്പോ ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ എഴുതിയെന്ന്. അല്ല, ഭാവിയിൽ ഇതൊരു പാഠപുസ്തകമാകും, അപ്പോ അധ്യാപകര് പ്രത്യേകിച്ച് വ്യാഖ്യാനിച്ച് മെനക്കെടണ്ട എന്നുള്ളതിനെ ഞാനൊന്ന് സഹായിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമ അതിശക്തമായി നടത്തുന്ന ഒരു പ്രമേയം, ഏഹ്, വിശാഖ് ശക്തിക്ക് ഈ ആ ഒരു ഇൻട്രോയുടെ ആവശ്യം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആവശ്യമുണ്ടോ ഞാൻ എന്ന് ഞാൻ ഈ ചോദിച്ചാൽ ചർച്ച ഞാൻ അതെ ഈ അതെ ഈ ചർച്ചയെ ഈ ചലച്ചിത്രത്തിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ തോന്നുന്ന, എന്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഉം. അതെ അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു റീകോൾ ഉണ്ട്. അപ്പൊ ഉം. മനീഷിന്റെ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒരു ഹൈ പോയിന്റിൽ, അതായത് വിരാജനും ചഞ്ചലും എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. അതാണ് അനീഷും സൊസൈറ്റിയും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്. അനീഷിന്റെ അതെ. ഇൻഡിവിജ്വൽ എന്ന നിലയിലുള്ള എക്സിസ്റ്റൻസും അതെ. ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ളൊരു എക്സിസ്റ്റൻസ് നമ്മളുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണല്ലോ ഇത്. അപ്പം ഉം. ആ കോൺഫ്ലിക്റ്റ് നമ്മൾ എക്സ്റ്റേണലൈസ് ചെയ്യുന്നത് ആ ഒരു സീനിലാണ്, ആ സെക്കൻഡ് ഹാഫിലുള്ള സീൻ. അപ്പൊ ആ സെക്കൻഡ് ഹാഫിലെ സീനിൽ വരുന്നൊരു റീകോൾ ഉണ്ട്, ചഞ്ചൽ പറയുന്ന ഡയലോഗ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ സീനിനെ എന്താ പറയണ്ടേ, അതിനെ ഒന്ന് പരിപോഷിപ്പിക്കുന്ന ഒരു സീനാണ് തുടക്കത്തിലെ സീൻ എന്നുള്ളതാണ്. തുടക്കത്തിലെ സീൻ ഓൺ ഇറ്റ്സ് ഓൺ എനിക്ക് തോന്നുന്നില്ല അത്ര പ്രാധാന്യം അർഹിക്കുന്ന സീനാണെന്ന്. അതെ. പിന്നെ അതെ. ഇതിന്റെ ഒരു മെഷറിന്റെ കാര്യത്തിൽ സാറിന് സംശയങ്ങൾ ഉണ്ടാകും. കാരണം ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു എന്താണ് ഒരു അപ്രോച്ച് ആണ്. ആ തുടക്കത്തിൽ അങ്ങനെ ഒരു പോഡ്കാസ്റ്റും അങ്ങനെ ഒരു സീനും വെച്ചിട്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന്റെ ഒരു ചിലപ്പോൾ സാറിന് അത് കുറച്ച് ലൗഡായി പോയതായി തോന്നിയിട്ടുണ്ടാവാം. ഇല്ലില്ല, എനിക്ക് തോന്നിയില്ല. എനിക്ക് എനിക്ക് അതിന്റെ തുടക്കത്തിൽ അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അതിന്റെ തുടക്കം, അത് അങ്ങനെ തുടങ്ങുന്നത്. പക്ഷേ അതിന്റെ പ്രമേയത്തിനെ നിങ്ങൾ മൈത്രേയൻ പറയുന്ന കാര്യത്തിനെ ഒരു വേറൊരാളുടെ പോഡ്കാസ്റ്റ് ആയിരുന്നെങ്കിലും, സാധാരണ ഒരാൾ വന്നിട്ട് ഇദ്ദേഹം ഒരു പോഡ്കാസ്റ്റർ ആണ് അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ടോക്ക് ഷോ നടത്തുന്നയാളാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയെന്നുള്ളൂ. അല്ലാതെ എനിക്കതിന്റെ തുടക്കം അത് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെ ഒരു, ഇപ്പൊ പ്രശാന്ത് അത് പറഞ്ഞല്ലോ, ഒന്ന് നരേറ്റ് ചെയ്ത് ഒന്ന് കാഴ്ചക്കാരെ ഒന്ന് സഹായിക്കാനും കൂടെ ചെയ്തതാണെന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞ അത് മാത്രമാണ് ഞാൻ പറഞ്ഞു. ഇതിന്റെ ഈ പ്രമേയം എന്ന് പറയുന്നത്, ഈ സിനിമയിൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ട ഒരു കാര്യം, എന്നെ ഇതിലെ പാട്ടുകൾ വല്ലാതെ ആകർഷിച്ചു എന്നുള്ളതാണ്. ഈ പാട്ടുകൾ ഇത്തിരി നേരം ഇത്തിരി നേരം സിനിമയ്ക്ക് ഇപ്പോ ഇതിനു മുമ്പ് മലയാളത്തിൽ അറിയാമല്ലോ, വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ, അതിനുശേഷം അതിലെ ഗാനങ്ങൾ ആ സിനിമകളിൽ നിന്നും എന്താണ് പ്രമുക്തമാവുകയോ അല്ലെങ്കിൽ വിട്ടുപോവുകയോ വേറിട്ട അസ്തിത്വം തന്നെ ഈ പാട്ടുകൾക്ക് ഭാവിയിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് നിങ്ങളുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയല്ല, ഈ പാട്ടുകൾ ഈ ചലച്ചിത്രത്തിൽ വന്നതിലുള്ള വലിയ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനി എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ രാത്രി സീനുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ചലച്ചിത്രത്തിലെ ഇരുണ്ട രംഗങ്ങൾ എന്ന് പറയുന്നത് ഈ ബാറിലെ രംഗങ്ങളാണ്.
ഈ ബാറിലെ ഇരുട്ട് എന്തിനാണെന്നാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്നത്? ഞാൻ വിശാഖിന് എനിക്ക് വിടുന്നു. തോന്നുന്നു അത് അതൊരു വളരെ അതൊരു അത് അതൊരു അതെ അത് കേരളത്തിലെ ബാറുകളിലുള്ള ഒരു വസ്തുനിഷ്ഠ സാഹചര്യമാണ്. പക്ഷെ ഞാൻ അതെ ചോദിക്കുന്നത്, ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾ ഓഫ് എ സഡൻ ഇവര് തമ്മിൽ കാണുകയും അതിനുശേഷമുള്ള വിവിധ തരത്തിലുള്ള ഓർമ്മകളുടെ കുത്തൊഴുക്കുകളുമായിട്ട് ഇവർ ഈ ബാറിൽ മഴയത്ത് നിന്ന് ഓടി ഈ ബാറിലേക്ക് കയറി പെട്ടെന്ന് പ്രകാശം പിൻവാങ്ങുന്നുണ്ട് ഈ രംഗങ്ങളിൽ. എനിക്കത് കുറച്ച് ആ കൂടിച്ചേരൽ കുറച്ചുകൂടി പ്രകാശപൂർണമായ ഒരു ബാർ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ തിരുവനന്തപുരത്തെ ബാറുകളിൽ ഇരുട്ടാണല്ലോ. അതെ ഞാൻ എൻ്റെ പല മദ്യപിക്കുന്ന സുഹൃത്തുക്കളും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും വല്ലപ്പോഴൊക്കെ മദ്യപിക്കുന്ന ആളാണ്. ആ അപ്പോൾ അവര് പറയുന്നത് മറ്റാരോ നടത്തിയ ഒബ്സർവേഷനാണ്. ഇതൊരു ഒരു സെൻസ് ഓഫ് സേഫ്റ്റി നൽകുന്നുണ്ട് ഈ ഒരു അരണ്ട വെളിച്ചം. ഉം. ആം, അത് നമ്മുടെ സാമൂഹിക സാഹചര്യവും ഒക്കെ ആയിട്ട് കൂട്ടി വായിക്കാൻ സാധിക്കുമായിരിക്കും ഒരു പക്ഷേ അതൊരു പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് കയറുമ്പോൾ ഒരു ആശ്വാസം, ഒരു ഫ്രീ ആയിട്ട് മദ്യപിക്കാനും കുറച്ചൊന്ന് ലൂസ് ആവാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സ്പേസ് ആണ് ഇതെന്നും ഈ ഒരു ലൈറ്റിംഗ് അതിനെ ആം, സഹായിക്കുന്നുണ്ടെന്നും ഒക്കെ ഉള്ളൊരു ഒബ്സർവേഷൻ അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം നമ്മുടെ ബാറുകൾക്ക് ആ ഒരു സ്വഭാവം. അപ്പോൾ സിനിമയിൽ നമ്മളിത് കാണിക്കുമ്പോൾ കഴിയുന്നത്ര റിയാലിറ്റിയോട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് അത് കൂടുതൽ ലൈറ്റപ്പ് ചെയ്യുന്നതിൽ ഒരു അസ്വാഭാവികത വരുമെന്ന് തോന്നുന്നു. പ്രശാന്തിന്റെ തോട്ട് പ്രോസസ് എന്താണെന്ന് അറിയില്ലായിരുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല. അപ്പൊ പ്രശാന്തിന് എന്താണ് പറയാനുള്ളതെന്നും എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഈ ദൃശ്യ ഭംഗിക്കുമായിട്ട് കുറച്ചും കൂടെ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ഇറക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ബാറുകൾ കയറി ഇറങ്ങുന്നത് ഇതിനു വേണ്ട സൗണ്ട് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ സിങ്ക് സൗണ്ട് ആയതുകൊണ്ട് ഇവരുടെ ഡയലോഗുകൾ മാത്രം ലേഖനം ചെയ്യാനായിരുന്നു ശ്രദ്ധ വെച്ചിരുന്നത്. അപ്പം ബാക്കിയെല്ലാം പെർഫെക്റ്റ് സൈലൻസിലായിരുന്നു ചെയ്തത്. പിന്നെ ഇതൊരു ശരിക്കുള്ള ഫംഗ്ഷനിങ് ബാറാണെന്ന് തോന്നിക്കാൻ ചുറ്റുമുള്ള ബഹളങ്ങൾ ചേർക്കണമായിരുന്നു. അത് ഞങ്ങൾ യഥാർത്ഥ ബാറുകളിൽ പോയി റെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാനിത് പ്രത്യേകിച്ച്, കാരണം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചത് ഉണ്ടല്ലോ. അപ്പൊ ആ റെഫറൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മൾ വളരെ യഥാർത്ഥമായിട്ട് തിരുവനന്തപുരത്തെ ബാറ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ അപ്പൊ ആ റിയലിസത്തിന്റെ തോതിൽ കുറച്ച് എന്താ പറയുക കടുംപിടുത്തം ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്തതിൽ ഒരു തൃപ്തി തോന്നി എന്ന് പറയാം. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ചിരി വന്ന ഒരു ഭാഗം, അതേസമയം തന്നെ ഒരു ഞെട്ടലും രണ്ടും കൂടി ഒരു സമയത്ത് വന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് മാമോദീസയും ഡിവോഴ്സും ഒരേ ദിവസം തന്നെ നടത്തണമെന്നാണോ എന്നുള്ള ആ ചോദ്യമാണ്. ഇത് ആണ് ഈ സിനിമ വളരെ സങ്കീർണമായ ഒരു ഒരു ജീവിത സാധ്യത, സങ്കീർണമായ ഒരു ജീവിത മുഹൂർത്തം, സങ്കീർണമായ അപകടത്തിലേക്ക് പോകാവുന്ന ഒരു ജീവിത മുഹൂർത്തം, അത് വളരെ ലളിതമായി നിങ്ങൾ ചലച്ചിത്രമായി ആവിഷ്കരിച്ചു. വളരെ 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 സങ്കീർണമായ ഒരു ജീവിതാവസ്ഥ വളരെ ലളിതമായി ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ സിനിമയുടെ അവസാനം കുടുംബമാണ് പ്രധാനം, കുടുംബങ്ങൾ നിലനിൽക്കട്ടെ, കുടുംബങ്ങൾ സമൂഹത്തിലെ അവശ്യ ഘടകമാണ് എന്നുകൂടി പറയുന്നുണ്ടോ നിങ്ങൾ? അതൊരു സ്റ്റേറ്റ്മെന്റ് നടത്തില്ല. അതെ അതെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഒരുപാട് മനുഷ്യർ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണത്. കടന്നു പോകുന്നതോ നിലനിൽക്കുന്നതോ ആയ ഒരു അവസ്ഥയാണത്. അപ്പൊ ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇത് പറയുന്നതെന്നാണ്. അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇതിലൂടെ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കെപ്പോഴും പറയാൻ താല്പര്യമുള്ളത് ഒരിക്കലും ഞാൻ ഉണ്ടെന്ന് എഴുതി കാണിക്കാറില്ല സിനിമകളിൽ. അത് കാണിക്കാതിരിക്കുന്നത് അവിടെ എന്താണെന്ന് എനിക്ക് തന്നെ ഉറപ്പ് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ കഥാപാത്രങ്ങളെ നമ്മൾ കുറച്ച് നേരത്തേക്ക് കാണുന്നു എന്നല്ലാതെ അവരുടെ ജീവിതങ്ങൾ തുടരുകയാണ്. ആ ജീവിതങ്ങളെ പറ്റി പ്രേക്ഷകർ പിന്നെ ആലോചിക്കട്ടെ, അല്ലെങ്കിൽ ആലോചിക്കുമ്പോഴാണ് ഈ ചിത്രങ്ങൾ വിജയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, ഇത് കഴിഞ്ഞിട്ട്
ഏതൊക്കെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെ നിലനിൽക്കുന്നു, ആ ബന്ധങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെ ഉള്ളത് എനിക്കൊന്ന് പ്രേക്ഷകന്റെ മനസ്സിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഞങ്ങൾ വിട്ടുകഴിഞ്ഞു ഈ കഥാപാത്രങ്ങളെ, അവരുടെ അവസ്ഥകളെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് അതിനെ പറ്റി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായ ഒരു സന്തോഷം ഈ സിനിമയുടെ കാര്യത്തിലുള്ളത്, അത് പറയണോ പറയണ്ടയോ എന്ന് ഞാൻ പോഡ്കാസ്റ്റിന്റെ പല ഘട്ടങ്ങളിലും ആലോചിച്ചിരുന്നു. പക്ഷേ പ്രശാന്തുമായിട്ടുള്ള എൻ്റെ അടുപ്പവും ഒക്കെ വെച്ച് ഞാനത് പറയുന്നതാണ്. എൻ്റെ മകൻ നിരഞ്ജൻ ഇതിൽ പ്രശാന്തിന് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് നിരഞ്ജനും ഇത് ജീവിതത്തിനോട് വളരെ അടുത്ത് നിന്ന ഒരു പ്രോജക്റ്റാണ്. അവൻ ജനിച്ചതും വളർന്നതും എല്ലാം ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ആയിരുന്നു. മലയാള സിനിമയായിട്ട് ആദ്യമായിട്ട് അവനൊന്ന് ബന്ധപ്പെടുന്നത് ഈ സിനിമയിലാണ്. അത് എനിക്ക് വ്യക്തിപരമായ എൻ്റെ ഒരു സന്തോഷം കൂടിയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ചേട്ടൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും പറയായിരുന്നു. കാരണം ഈ പറഞ്ഞ എനിക്കും വിശാഖനും ശേഷം ഏറ്റവും കൂടുതൽ ഈ സിനിമയുടെ ഒരു എസ്തെറ്റിക്സ് ഷേപ്പ് ചെയ്തത് നിരഞ്ജനാണെന്ന് പറയാം. അതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുണ്ട് ചേട്ടന്. പിന്നെ ഒരുപാട് ഒരുപാട് രംഗങ്ങൾ ഇതിന്റെ മൊത്തത്തിൽ ഇപ്പൊ ഈ ഒരു പ്രധാനമായ സംഭാഷണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം എങ്ങനെ ആകർഷകമാക്കാം ചിത്രീകരണത്തിൽ. അപ്പൊ അതില് ഈ നിരഞ്ജന്റെ വളരെ ഡീപ്പായിട്ടുള്ള വേൾഡ് സിനിമ നോളജ് ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഇത് മുൻപ് ഉള്ള റെഫറൻസുകൾ എന്തൊക്കെയാണെന്ന് ഓർത്തെടുക്കുക, അതിൽ നിന്ന് നമുക്ക് സ്വീകാര്യമായ എന്തെങ്കിലും കാര്യം. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പം നോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ എങ്ങനെയാണോ ഇവര് രമ്യതയിൽ സംസാരിക്കുമ്പോൾ, സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ ക്യാമറ ഇവരുടെ ഒരു വശത്തായിരിക്കുകയും പിന്നെ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ തമ്മിലുള്ള സ്വരം മാറുമ്പോൾ ക്യാമറ നേരെ തിരിഞ്ഞ് ഇപ്പോഴത്തെ വശത്തേക്ക് വരുന്നു, ആ ഒരു 180 ഡിഗ്രി ക്രോസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അതൊക്കെ ശരിക്കും നിരഞ്ജന്റെ ഐഡിയകളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഇതുപോലെ പല രംഗങ്ങളും ഇപ്പോൾ കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് പറയാവുന്നതാണെങ്കിൽ ഈ മാമോദീസയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന അനീഷിന് ഒരു ഉമ്മ കൊടുക്കുന്ന ഭാര്യ എന്ന് പറയുന്നത്, അത് 2 or 3 ടേക്ക് കഴിഞ്ഞിട്ട് നിരഞ്ജന് തോന്നിയ ഒരു ഐഡിയ എന്നോട് പറയുമ്പോഴാണ് പിന്നെ ഞങ്ങൾ 4ാമത്തെ ടേക്കിൽ അത് ഉൾപ്പെടുത്തുന്നത്. അവസാനം എഡിറ്റർ നോക്കുമ്പോൾ അത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വഴി ഇതിനെ ഒരുപാട് എന്താ പറയുക, വ്യക്തതയും ഒരുപാട് രൂപഭദ്രതയും കൊണ്ടുവരാൻ നിരഞ്ജന് പറ്റിയിട്ടുണ്ട്. എനിക്കും കൂടെ 1-2 കാര്യങ്ങൾ ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് സർ നിരഞ്ജനെ പറ്റി. സ്ക്രിപ്റ്റിന്റെ പുറത്ത് പല ഡീറ്റെയിലിങ്ങുകളും നിരഞ്ജന്റെ സംഭാവനയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ അനീഷും അഞ്ജനയും വഴക്കിടുന്ന ഒരു ഒറ്റ ഷോട്ടിലെടുത്ത ഒരു വൈറ്റ് ഷോട്ട് ഉണ്ട്. ബാറിന്റെ പുറത്ത് ഒരു സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ഉള്ള ഒരു നീണ്ട സംഭാഷണമുണ്ട്. അപ്പൊ ആ സംഭാഷണത്തിൽ ഇപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവര് സിഗരറ്റ് കൈമാറുകയും അത് പിന്നെ ലൈറ്റർ കൊടുക്കുക, പിന്നെ ആ വഴക്കിന്റെ ഇടയിൽ അനീഷിന് ലൈറ്റർ വെച്ച് സ്വന്തം സിഗരറ്റ് കത്തിക്കാൻ ബുദ്ധിമുട്ടായി വരിക എന്നൊക്കെ ഉള്ളത്. അപ്പം ഈ സിഗരറ്റും ലൈറ്ററും വെച്ചുള്ളൊരു വലിയ കളി അവിടെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അഭിനയിച്ചവർ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടതാണ്. ഞാൻ ഒരിക്കലൊന്ന് സൂചിപ്പിച്ചുവെങ്കിൽ പോലും ഇതിൽ റോഷനും സെറിനും നന്ദുവും ആനന്ദും വളരെ കുറച്ച് സമയം ആയെങ്കിൽ പോലും ജിയോ ബേബിയും വളരെ അനായാസമായി അഭിനയിക്കുകയും ഈ എന്താണ് ഒരു ക്ലീഷേ ഉപയോഗിച്ച കഥാപാത്രങ്ങളായി മാറുകയും ഒക്കെ ചെയ്തതാണ്. ഇവരുടെ സംഭാവനകളെ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിലും സംവിധായകൻ എന്നുള്ള രീതിയിലും റോഷന്റെയും സെറിന്റെയും മറ്റുള്ളവരുടെയും ഈ ചലച്ചിത്രം ഇത്ര മനോഹരമാക്കാനുള്ള അവരുടെ സംഭാവനകളെ കുറിച്ച് എന്താണ്? എനിക്കൊന്ന് റോഷനെ കുറിച്ച്, ഞാൻ സെറിനെ കുറിച്ച് മറ്റ് 2-3 ഇന്റർവ്യൂവിൽ പരാമർശിച്ചിരുന്നു. റോഷനെ കുറിച്ച് പറയാൻ ഇതുവരെ അവസരം കിട്ടില്ല. അപ്പൊ ഇതൊരു അവസരമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. അപ്പം ഈ തിരക്കഥ സിനിമ ആവുന്ന സമയത്ത് എൻ്റെ ഒരു പ്രധാന ആശങ്ക ഇത് ഡയലോഗുകൾ കേന്ദ്രീകരിച്ചുള്ള നറേഷൻ ആയതുകൊണ്ട് ഡയലോഗുകൾ ഡെലിവർ ചെയ്യുന്നതിൽ ഒരു അസ്വാഭാവികത വന്നാൽ ഈ സിനിമ മുഴുവൻ പൊളിയും എന്നുള്ളതായിരുന്നു. അപ്പോൾ റോഷൻ ചെയ്തിരിക്കുന്നത് വളരെ എന്താണ് പറയേണ്ടത്, വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറിയാണ് ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഡയലോഗും ശരീരഭാഷയും ഒക്കെ വളരെ അതെ. അപ്പം ഡയലോഗുകളുടെ ഇടയിൽ തപ്പിത്തടഞ്ഞ് പറയുന്നത് പോലെ പറയുകയും, കാരണം ഡെലിവറി ചെയ്യുന്ന ആക്ടറിന് ഡയലോഗ് എന്താണെന്ന് അറിയാം,
അപ്പം അതിന്റെ ഇടയിൽ ഈ തപ്പിത്തടയലുകൾ ഇൻസേർട്ട് ചെയ്യുക, ഇപ്പൊ ശ്രീജിതനായ രാമൻ എന്ന് പറയുന്നതിന്റെ ഇടയിൽ അതൊന്ന് ഫംബിൾ ചെയ്യുക. he was drunk, you know. അതെ, ഈ ഡ്രങ്ക് ആയിട്ടുള്ള അഭിനയം, പിന്നെ അല്ലാതെ തന്നെയുള്ള ഡയലോഗുകളിൽ ഈ പോസസ് ഇടുക, ചെറിയ വാക്കുകൾ മമ്പിൾ ചെയ്യുക, ചില വാക്കുകൾ ഡെഫിനിഷനോട് കൂടി പറയുക എന്നൊക്കെ ഉള്ളതിന്റെ ഒരു മീറ്ററും അതിന്റെ ഇന്റിഗ്രിസിയും ഒക്കെ വളരെ ഭംഗിയായിട്ട് അതാണ് ഈ ചെയ്തിട്ടുണ്ട്. ടോക്ക് ഷോയിലും പോഡ്കാസ്റ്റിലും ഒക്കെ എന്താണ് നിരന്തരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളിൽ അവരുടെ ഒഴുക്ക് നഷ്ടപ്പെടുന്നതിന്റെ ഒരു അതെ എനിക്കത് മനസ്സിലാവും. അതെ. പിന്നെ റോഷന്റെ കാര്യത്തില് എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം, വളരെ ന്യൂവാൻസ്ഡ് ആണ് പെർഫോമൻസ്. അപ്പൊ ഞാൻ ഇതിപ്പോ ഒരുപാട് സിനിമയുടെ പല വേർഷൻസും പല ദൈർഘ്യമുള്ള പല എഡിറ്റ്സും പ്രശാന്ത് എനിക്ക് കാണാൻ തരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട് കണ്ട് ഞാൻ തഴമ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഓരോ പുതിയ കാഴ്ചയിലും എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടും റോഷന്റെ പെർഫോമൻസിൽ. മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില ന്യൂവാൻസസ് എപ്പോഴും കിട്ടും, പ്രത്യേകിച്ച് തിയേറ്ററിൽ ആദ്യമായി കണ്ടപ്പോൾ. മുമ്പ് ഞാൻ സ്മോൾ സ്ക്രീനിൽ കണ്ടിട്ടില്ലാത്ത പല ഇമോഷണൽ നോട്ടുകളും അതിലാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് നോട്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിലും പലരും റോഷന്റെ മലയാളത്തിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് പറയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് ഓഫ് 4-5 ആക്ടേഴ്സിനെ കിട്ടിയത് തന്നെയാണ് ഈ സിനിമയെ ഇതാക്കിയത് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. റോഷന്റെ കാര്യം ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ആദ്യത്തെ ചോയ്സ് തന്നെയായിരുന്നു, കിട്ടി എന്നുള്ളത് തന്നെയാണ് ഒരു ഭാഗ്യം. ഈ വിശാഖി പറഞ്ഞ പോലെ ഞാൻ ആദ്യത്തെ ദിവസം റോഷനെ കണ്ടു തുടങ്ങി, ആദ്യം ഈ ഒരു വർക്ക്ഷോപ്പിനായിട്ട് റോഷൻ വരുമ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ ദിവസം വിശാഖിനോട് പറഞ്ഞതാണ്, നമ്മുടെ എല്ലാ ഡയലോഗുകളും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ്. കാരണം എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അത് വേണ്ട എന്താണ് കൊടുക്കേണ്ടടുത്ത് സ്ട്രെസ് കൊടുത്ത് അത് അവതരിപ്പിക്കാൻ, ഡെലിവർ ചെയ്യാൻ, അതുപോലെ എത്ര നീളമുള്ള കാര്യവും മനസ്സിൽ ഓർത്തിരിക്കാനും ഇതെല്ലാം ആ ഒരു തിയേറ്റർ ട്രെയിനിങ്ങിനൊക്കെ വരുന്നതായിരിക്കും. അത് റോഷന്റെ കയ്യിൽ ഭദ്രമാണെന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡയലോഗ് ഡ്രിവൻ സിനിമയിൽ ഡയലോഗുകൾ ഭദ്രമാവുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ആശ്വാസമാണ് സംവിധായകനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇതുപോലെ ഈ മോഡുലേഷന്റെ കാര്യത്തിലാണെങ്കിൽ സാധാരണ ആക്ടേഴ്സിനോട് പറയാറുള്ളത് ഈ വാക്കാണ് സ്ട്രെസ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് അത് പോകേണ്ടത്. അതൊരിക്കലും റോഷനോട് പറയേണ്ടി വന്നിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. റോഷൻ കൃത്യമാണ്. അതുപോലെ തന്നെ സെറിൻ എന്നുള്ളതിനേക്കാളും സെറിനും റോഷനും തമ്മിൽ ഇത്രയും ശരിക്കും ജീവിതത്തിൽ സുഹൃത്തുക്കളായിരുന്ന, ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേർ അങ്ങനെ വളരെ തുറന്ന് അടുത്ത് ഇടപഴകാൻ പറ്റുന്ന രണ്ടുപേരെ ഇതിന് കിട്ടി. രണ്ടുപേരും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ആണ്. അവ ഇവർ ഈ പറയുന്ന നമ്മൾ റിഹേഴ്സൽ പോലെ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് പോലെ നമ്മൾ ഈ ഒരു കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അതിൽ അവർ തമ്മിലുള്ള ഡൈനാമിക്സും എല്ലാം ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 ദിവസം അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. അതൊക്കെ അവർ തയ്യാറാവുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. അവർക്ക് ആ പ്രോസസ്സിലുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പൊ അതെല്ലാം ഈ ഒരു 2 ആക്ടേഴ്സ് വന്നപ്പോൾ നമ്മൾ പല ഓപ്ഷൻസും ആക്ട്രസിന് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പിക്ക് വളരെ ശരിയായിരുന്നു എന്നുള്ളതായിരുന്നു പിന്നെ തെളിഞ്ഞത്. അതുപോലെ തന്നെയാണ് നന്ദുചേട്ടൻ. ആനന്ദിന് വേറെ ഓപ്ഷൻസ് അധികം നോക്കിയിട്ടില്ല, ആനന്ദ് തന്നെയായിരുന്നു. നന്ദുചേട്ടനും വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് വന്ന് ഇതായപ്പോഴത്തേനും ഈ രൂപം കൊണ്ടും ബാക്കി എല്ലാ ഇതുകൊണ്ടും വളരെ കൃത്യമായിട്ട് ആ ക്യാരക്ടറാണ്. റോഷന്റെ കാര്യം ഞാൻ ഒന്ന് മറക്കാതെ പറയുന്നത്, കഴിഞ്ഞ ദിവസം പി കെ രാജശേഖരൻ സാറ് വിളിച്ചപ്പം എൻ്റെ അടുത്ത് റോഷനോട് പ്രത്യേകിച്ച് എടുത്ത് പറയണം എന്ന് പറഞ്ഞ കാര്യം ഇതായിരുന്നു. അതായത് രൂപം കൊണ്ട് റോഷൻ ഒരു തനി തിരുവനന്തപുരത്തെ പയ്യനല്ല, മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ ശരീരഭാഷ കൊണ്ട് പൂർണ്ണമായും അതായി മാറാൻ റോഷന് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം സാർ എടുത്തു പറഞ്ഞു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഈ ശരീരത്തിന്റെ ഉപയോഗം ഞങ്ങൾ വളരെ സർപ്രൈസോടെ കണ്ടുവയ്ക്കുകയാണ്. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞത് റോഷൻ ഇങ്ങനെ കോമഡി ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു നേരത്തെ എന്നുള്ളതാണ്. അത് ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. അത് നമുക്കറിയാം ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സ്ലാപ്സ്റ്റിക്കിലേക്കൊക്കെ പോകുന്ന ഒരു ജോണർ ഷിഫ്റ്റ് നമ്മുടെ സിനിമയിലുണ്ട്. അപ്പൊ അത് വളരെ അനായാസം ശരീരം ഉപയോഗിച്ച് കോമഡി ചെയ്യുന്നു എന്നുള്ളത് വളരെ രസമായിട്ട് അത് ചെയ്തു. ഞങ്ങളത് എൻജോയ് ചെയ്താണ് സെറ്റിൽ നിന്ന് കണ്ടതെന്നുള്ളതാണ്. ആനന്ദിന്റെയും നന്ദുചേട്ടന്റെയും കാര്യം ഓരോന്ന് പറയാനുള്ളത്, ആനന്ദ് ഈ ചഞ്ചലായി മാറിയ അതിന്റെ ഒരു അനായാസത അത് വളരെ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. അപ്പം ചഞ്ചലിനെ കൺസീവ് ചെയ്തത് ഈ ക്യാരക്ടറാണ് കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളെന്നുള്ളതായിരുന്നു എന്റെ ഒരു എന്താണ് പറയുക ഒബ്സർവേഷൻ. ഈ ചിത്രത്തിൽ ഈ സിനിമയിൽ ചഞ്ചല ചിത്തനല്ലാത്ത ഒരേ ഒരാളിന് ഈ ചഞ്ചൽ എന്ന് പേരിട്ടത് ഒരു
എന്നെ അതിന്റെ കഥ പ്രശാന്ത് പറയും. പക്ഷേ ചഞ്ചലിന്റെ അല്ല ആനന്ദിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പം ഈ ഏറ്റവും ബുദ്ധിയുള്ള ആളാണെന്നുള്ളൊരു പോയിന്റ് നോട്ട് ചെയ്തിട്ട് ആനന്ദ് ഉടനീളം ഒരുപാട് ചിന്ത കൊണ്ടുവന്നിട്ടുണ്ട്. ചഞ്ചല് വെറുതെ ഇരിക്കുന്ന ഒരിക്കലും കാണില്ല. ചഞ്ചല് എപ്പോഴും ചിന്തയിലാണ്. അതെ അതെ ഓരോന്ന് ചിന്തിച്ച് ഓരോന്ന് കുത്തിപ്പൊക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇംപ്രവൈസേഷൻ, അത് പ്രശാന്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വളരെ ഭംഗിയായിട്ട് ഇപ്പോ ചില ഡയലോഗുകൾ അനീഷിനോട് കയർക്കുന്ന ആ സീനിലൊക്കെ ഇയാൾ ഇവരുടെ ഷോ ആണെന്നൊക്കെ പറയുന്ന ഡയലോഗുകളൊക്കെ കയ്യിൽ നിന്ന് ഇടുന്നതാണ്. അത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നന്ദുചേട്ടന്റെ കാര്യം, നന്ദുചേട്ടൻ എന്താണ് പറയണ്ടത്, ഈ ക്യാമറ ഫേവർ ചെയ്ത് അഭിനയിക്കുക എന്നൊരു പഴയ ഒരു സങ്കല്പമുണ്ട്. ഇപ്പം പണ്ട് മുതലേ നമ്മുടെ മഹാരഥന്മാരൊക്കെ ചെയ്തു വന്നിട്ടുള്ളൊരു കാര്യമാണ് സിനിമയിൽ. അതായത് കഥാപാത്രമായി ജീവിച്ചാൽ മാത്രം പോരാ, ക്യാമറ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ധാരണയും കൂടെ ഉണ്ടാവണം. ഫ്രെയിം എന്താണെന്നും ആ ഫ്രെയിമിൽ ശരീരത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഒതുക്കി വെക്കണമെന്നും. ഇപ്പൊ സ്പോട്ട് റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് ബൂം മൈക്കിനെയും കൂടെ ഫേവർ ചെയ്യണം, ക്യാമറയെ മാത്രം ഫേവർ ചെയ്താൽ പോരാ. അപ്പൊ ഇതൊക്കെ വളരെ എക്സ്പേർട്ട്ഫുൾ ആയിട്ട് ചെയ്ത ഒരാളാണ്. നമുക്ക് ഷൂട്ടിംഗ് സെറ്റിലൊക്കെ അതൊരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു. ഇതിന്റെ ഈ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ ഇത് വളരെ വളരെ പതുക്കെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സിനിമയും വളരെ പതുക്കെ സ്വീകരിക്കപ്പെടുകയും ആളുകൾ നല്ല അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ സിനിമയെക്കുറിച്ച് ആളുകൾ കൂടുതൽ നല്ല അഭിപ്രായം പറയുകയും, അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു പ്രതിഭാസം കണ്ടിട്ടില്ല. ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം കൊണ്ട് ഒരു സിനിമയുടെ വിധി നിർണ്ണയിക്കപ്പെടുന്ന മലയാള കമ്പോള ചലച്ചിത്ര ലോകത്ത് ഈ ഒരു അപവാദം പോലെ ഇത് നിൽക്കുകയാണ്. പതുക്കെ ഇത് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇത് എന്റെ തോന്നൽ ശരിയാണോ ഇല്ലയോ എന്ന് പ്രശാന്തിന് പറയാൻ പറ്റുമോ? വളരെ വളരെ ശരിയാണ്. കാരണം ഈ ആദ്യം പറഞ്ഞ പോയിന്റ് പോലെ ഈ എല്ലാം വളരെ ചട്ടക്കൂടുകളിലാണ് നമ്മൾ കുറെ നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ, ഒരു ചട്ടക്കൂടിലാക്കുമ്പോഴാണ് ആളുകൾക്ക് ഒരു സമാധാനമുള്ളത്. അപ്പൊ ഈ ബോക്സ് ഓഫീസ് ഒക്കെ അനലൈസ് ചെയ്യുകയും അത് പ്രഡിക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചില ട്വിറ്ററിലും ഒക്കെ കുറച്ച് ആൾക്കാരുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. അപ്പൊ അവര് ഈ ആദ്യത്തെ ദിവസം അവർ ഓരോ ദിവസം അടുത്ത 2 ദിവസത്തെ കാര്യങ്ങൾ കളക്ഷൻസ് പ്രഡിക്റ്റ് ചെയ്യും. അന്നത്തെ ദിവസത്തെ എനിക്ക് തോന്നുന്നു അവർക്ക് കൃത്യമായിട്ട് പല സോഴ്സുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് അവർ അടുത്ത 2 ദിവസം ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു പടം അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും, കൺസിസ്റ്റന്റ്ലി ഓരോ ദിവസവും അവരുടെ കാൽക്കുലേഷൻ അപ്പുറമാണ് ഞങ്ങളുടെ കളക്ഷൻ. അപ്പോൾ ഇതിപ്പോ അതുകൊണ്ടാണ് ഈ ഒരു സാധാരണ കാണാത്ത ഒരു കാര്യമാണെന്നുള്ളത് പറയുമ്പോൾ ഞാൻ അത് കണക്കുകൾ കൊണ്ട് ശരിവെക്കാൻ എനിക്ക് പറ്റുന്നത്. ഈ ആദ്യത്തെ ദിവസങ്ങളിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു പടം അത് പിന്നെ കൂപ്പ് കുത്താനാണ് സാധ്യത എന്നാണ് നമ്മുടെ മാർക്കറ്റ് വിസ്ഡം പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ലാതെ ഇത് വളരെ ജെന്യുവൻ ആയിട്ട് ഓർഗാനിക് ആയിട്ട്, അപ്പൊ അത് ഞങ്ങൾക്ക് അതിനു മുമ്പ് മാർക്കറ്റിങ്ങിലൂടെ ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഗുഡ് വില്ലും ഒരു നല്ല അഭിപ്രായവും ആളുകൾ പറഞ്ഞു ഉണ്ടാക്കുവാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, എന്റെ നമ്പർ തപ്പിപ്പിടിച്ചോ അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അന്വേഷിച്ച് പിടിച്ചോ എന്നോട് വന്ന് പറയുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, എന്നോട് പറഞ്ഞതിൽ സന്തോഷം, പക്ഷെ നിങ്ങൾ കൂടുതൽ പേരോട് പറയുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫേവർ. ആ ഫേവർ അവര് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ആളുകൾക്ക് ഇത് കാണേണ്ട ഒരു പടമാണെന്നും തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നുള്ളൊരു തോന്നലുണ്ടായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ സൗഹൃദത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അടുത്ത കാലത്ത് നല്ലൊരു ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു ഫലിതമാണ്. 2 തരത്തിലുള്ള സൗഹൃദങ്ങളാണ് ഉള്ളത്. ഒരു സൗഹൃദം അലോപ്പതി പോലെയും ഒരു സൗഹൃദം ആയുർവേദം പോലെയുമാണ്. പെട്ടെന്ന് പ്രയോജനം തരും അലോപ്പതി, പക്ഷെ ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങൾ ഉണ്ട് അലോപ്പതിക്ക്. ചില കൂട്ടുകാർ അങ്ങനെയാണ്. ആയുർവേദം വളരെ പതുക്കെ ഫലം തരികയുള്ളൂ, പക്ഷെ അതിന് പാർശ്വഫലങ്ങളോ ദൂഷ്യഫലങ്ങളോ ഇല്ലായിരിക്കും. ചില സുഹൃത്തുക്കൾ ആയുർവേദം പോലെ ആയിരിക്കും എന്നത്. എനിക്ക് ഇതിൽ ഈ നന്ദുവും റോഷനും ആ ബന്ധം കണ്ടപ്പോൾ ഒരു ആയുർവേദ ചങ്ങാതിയെ പോലെ എനിക്ക് തോന്നി രാജൻ എന്ന് പറയുന്ന കഥാപാത്രം. ഇത് ചോദിച്ചത് വളരെ വളരെ നന്ദിയുണ്ട്. കാരണം ഈ നമ്മൾ ഇതിനെ എപ്പോഴും ഒരു ലവ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് പറയാൻ നോക്കിയത്. പക്ഷെ നമുക്കറിയാം ഇതിന്റെ ഒരു മിഡിൽ ഭാഗം എന്ന് പറയുന്നത് ഇവർ 4 പേരും തമ്മിൽ അല്ലെങ്കിൽ ഇവർ 3 പേരും തമ്മിലുള്ള ഒരു
ചങ്ങ ഒരു ബഡ്ഡി മൂവി, ഇതൊരു ലവ് സ്റ്റോറിയുടെ ഒരു ബഡ്ഡി മൂവിയുടെ ഒരു ക്രോസ് എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എഴുതുന്ന സമയത്തൊക്കെ. അപ്പൊ ആ ഒരു കാര്യവും ആളുകൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇട്ട, സുഹൃത്താണോ ആരാണെന്ന് ഞാൻ മറന്നുപോയി, ഇട്ടൊരു ഫേസ്ബുക്കിൽ കുറിച്ചായിരുന്നു, നിങ്ങൾക്ക് അഞ്ജനെ പോലൊരു കാമുകി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്, പക്ഷെ അതിനേക്കാളും ഭാഗ്യവാനാണ് രാജണ്ണനെ പോലൊരു സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിൽ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ധന്യമായി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ അവതരിപ്പിച്ചത്, അതും ആളുകൾക്ക് ഈ ഒരു ലവ് സ്റ്റോറിയുടെ ഇടയിലും അതിന്റെ ഒരു ശോഭ പോകാതെ ആളുകളിലേക്ക് അത് എത്തുന്നുണ്ടെന്ന് അറിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ ശ്രദ്ധിച്ചത് അഞ്ജന ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, രാജൻ ആയിക്കോട്ടെ, ചഞ്ചൽ ആയിക്കോട്ടെ, നീതു ആയിക്കോട്ടെ, ഈവൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിക്കോട്ടെ, ആ മുറുക്കാൻകട മുറുക്കാനില്ലാതെ മുറുക്കാൻകട നടത്തുന്ന ആളായിക്കോട്ടെ, ബാക്കി ഓരോ ഓരോ കഥാപാത്രങ്ങളും, ഈ നായകന്റെ അളിയൻ പോലീസിലുള്ള ആളാകട്ടെ, ഇതിൽ മോശം മനുഷ്യരില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഇത് ഈ ഇത് എൻ്റെ ഒരു കൺവിക്ഷൻ കൂടിയാണ്. ഞാൻ ജീവിതത്തിൽ മോശം മനുഷ്യരെ കാണാത്ത ഒരാളാണ്. ആളുകളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ ആളുകൾ ഓരോ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ അത് അപരനും ഞാനും തമ്മിലുള്ള ഈ അപരബോധം എന്ന് പറയുമല്ലോ, ദി അതർ സെൽഫ് എന്ന് പറയും. അപരന്റെ സ്ഥാനത്ത് നിന്ന് ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ, ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, എയും ബിയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ, അപരന്റെ സ്ഥാനത്ത് നിന്ന് ആദ്യം ആലോചിച്ചിട്ട് നമ്മുടെ സ്ഥാനത്തെ കുറിച്ച് ആലോചിച്ചാൽ ഈ സംഘർഷങ്ങൾ ഇല്ലാതാകും എന്ന് പറയുന്നത് പോലെ ഒരു വാചകം ഈ സിനിമയിലുണ്ട്. മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മനുഷ്യർ തമ്മിൽ. ഇത് വിശാഖ എഴുതിയ ഒരു സംഭാഷണമാണ്. വിശാഖ അങ്ങനെ വിശ്വസിക്കുന്നതാണ്. അതെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു മനുഷ്യനെ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ അൺറീസണബിൾ ആണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ വളരെ അൺറീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അവരെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഇവർ ആക്ച്വലി നമ്മൾ കരുതുന്ന അത്ര അൺറീസണബിൾ ആയിട്ടുള്ള ആളല്ല എന്ന് ആണ് അങ്ങനെ തോന്നിയിട്ടുള്ളതാണ് എൻ്റെ പൊതുവെയുള്ള അനുഭവം. പക്ഷേ ഞാനിപ്പോൾ ജാക്ക് ദ റിപ്പറിനെയോ അതുപോലെ ഒരു സീരിയൽ കില്ലറിനെയോ ഒരു പീഡോഫൈലിനെയോ ഒന്നും അടുത്തറിയാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ബൈ ആൻഡ് ലാർജ് മനുഷ്യരെല്ലാം എന്താ പറയണ്ടേ, അത്യാവശ്യം റീസണബിൾ ആണ്. അവരുടെ പെർസ്പെക്റ്റീവ് നമ്മളൊന്ന് ശ്രമിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു മോശം മനുഷ്യൻ എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ടാണ് മനുഷ്യൻ മോശമാവുന്നത്. അപ്പം പ്രവൃത്തികൾക്ക് പൊതുവെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ആ ബാക്ക് സ്റ്റോറി മനസ്സിലായാൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന ഒരു തിരക്കഥ എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ വിശാഖ് കഷ്ടപ്പെട്ടു പോയി. അല്ല, അതൊരു നല്ല ചോദ്യമാണ് ആക്ച്വലി. പക്ഷെ വില്ലനായി കാണപ്പെടുകയാണ്. അയാളുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വില്ലനല്ല, അയാളുടെ കഥയിൽ അയാൾ നായകനാണ്. അപ്പോ വില്ലത്തരം കാണിക്കുന്നവരുണ്ട്. അപ്പോൾ പെർസ്പെക്റ്റീവിന്റെ ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ ഏത് പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊരു പുറത്തുനിന്ന് അയാളെ കാണാം, പ്യുവർലി ഒരു വില്ലനായിട്ടും ഒരു ഈവിൾ മനുഷ്യനായിട്ടും ഒക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാം. അതൊരു ചോയ്സാണ്, നെറേറ്റീവ് ചോയ്സാണ്. ഈ ഇത്തിരി നേരത്തിൽ തന്നെ ഈ ചഞ്ചലിന്റെ ക്യാരക്ടർ പലരും അവര് ഒരു കുറിപ്പ് എഴുതുമ്പോൾ അതിനകത്ത് പറയുന്നത് ചഞ്ചലിനെ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നി എന്നുള്ളതാണ്. അപ്പൊ പക്ഷേ ഇപ്പം വിശാഖ് പറഞ്ഞ പോലെ ശരിക്കും ആ കൂട്ടത്തിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒട്ടും ചഞ്ചൽ ചിത്തനെ അല്ലാത്ത ആളാണ് ചഞ്ചൽ. ഈ പറയുന്ന പോലെ ഒരു യാഥാർത്ഥ്യത്തെ പറ്റി, സമൂഹത്തിനെ പറ്റി ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ചഞ്ചൽ. എന്ന് മാത്രമല്ല, എനിക്ക് നിരഞ്ജന്റെ ഒരു സുഹൃത്ത് ഇത് കണ്ടിട്ട് പണ്ട് പറഞ്ഞൊരു ഇത് ഓർമ്മയുണ്ട്. വ്യൂവറിന്റെ, പ്രേക്ഷകന്റെ സംശയങ്ങൾ, ആശങ്കകൾ എല്ലാം ഉന്നയിക്കുന്ന ആളാണ് ചഞ്ചൽ. അപ്പം ഒരു പ്രേക്ഷകൻ ഫോളോ ചെയ്യുന്നത് ചഞ്ചലിനെയാണ്. അപ്പൊ ഇത് പറ്റുന്നത് അപ്പൊ ഇത് പക്ഷെ നമ്മൾ നരേറ്റീവില് ഒരു പക്ഷെ വില്ലൻ എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങളൊരു ഇന്റർവ്യൂവില് ആനന്ദ് പറയായിരുന്നു, ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വില്ലൻ ഞാനാണ്, സെക്കൻഡ് ഹാഫിൽ മുഴുവൻ ഇവരെ എന്താ പറയുന്നത് ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നത് എന്റെ കഥാപാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ
പെട്ടുപോകുമ്പോൾ ഇയാൾ വില്ലനായിട്ട് തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു ക്ലാഷിലേക്ക് പോകുമ്പോൾ പോലും അത് പെട്ടെന്ന് ഡിസോൾവ് ആവാൻ സഹായിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ആന്തരികമായിട്ടുള്ള നന്മ തന്നെയാണെന്ന് എനിക്കും വിശ്വാസമുണ്ട്. ഞാൻ ഈ ഈ ചഞ്ചൽ ഇത്ര മോശമായി പെരുമാറാനുള്ള കാരണം ഞാൻ കരുതുന്നത്, അനീഷ് രാജനോട് സത്യാവസ്ഥ പറയുകയും ചഞ്ചലിനോട് അത് മറച്ചു വെക്കുകയും ചെയ്തു എന്നുള്ളതിലുള്ളൊരു അതിൽ ഹേർട്ട് ആയതുകൊണ്ടാണ് അവൻ ഇത്രയും ഒരു കുത്തിപ്പോകാൻ ശ്രമിക്കുന്നത്. ആദ്യമേ ഒരു നേരത്തെ ഉള്ള ഒരു ഗ്രീവൻസ് പറയുന്നുണ്ടല്ലോ, ഓഫീസിലെ അതെ ഒരു അതെ കാര്യത്തിൽ ഒരു അതെ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നില്ല അതെ എന്ന് പറയുന്നത്. അതെ ഇത്രയും മനോഹരമായ ഒരു സിനിമ ഒരു ദൃശ്യാനുഭവമായിരുന്നു ഈ സിനിമ. ഇത്തിരി നേരം ഇത്രയും നല്ല ഒരു ചലച്ചിത്രവുമായി രംഗത്തേക്ക് വന്ന നിങ്ങളെല്ലാവരെയും വ്യക്തിപരമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്ക് അവസാനമായിട്ട് പ്രശാന്തിനോട് ചോദിക്കാനുള്ള ചോദ്യം, പ്രശാന്തിന്റെ ഇതിനു മുമ്പുള്ള ചലച്ചിത്രങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഇത് എന്നുള്ള വസ്തുത നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അതിന്റെ ഒരു തുടർച്ച നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ പോലും പ്രശാന്ത് ഒരു എടുത്ത സിനിമയാണിത്. ആ തീരുമാനത്തിലേക്ക് പ്രശാന്തിനെ തള്ളിയത് എന്താണ്? ഇല്ല, അങ്ങനെ അതിനേക്കാളും സ്വാഭാവികമായി എത്തിച്ചേർന്നൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പലരും ഈ പറയുന്ന ഈ പോസ്റ്ററുകൾ, നമ്മുടെ പേരുള്ള പോസ്റ്ററുകൾ ചുമരുകളിൽ വരുന്നു, വലിയ ഹോർഡിങ് വരുന്നു, തിയേറ്ററിൽ സിനിമ റിലീസാവുന്നു. എനിക്ക് തോന്നിയത് എന്നെക്കാട്ടിലും എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ എനിക്ക് ചുറ്റുമുള്ളവർക്കാണ്. ഈ പറയുന്ന വീട്ടിലുള്ള ബന്ധുക്കൾക്കും പഴയ കൂട്ടുകാർക്കും എല്ലാം അവരെ വിളിച്ചിട്ട് പലരും പറയുന്നുണ്ട്, നിനക്ക് അത്രയും സന്തോഷം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞങ്ങൾക്കുള്ള സന്തോഷം വേറെയാണെന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ പടിയായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എൻവലപ്പ് പതുക്കെ പതുക്കെ പുഷ് ചെയ്തിട്ട് എത്തിയത് കൊണ്ട് എനിക്കതൊരു വലിയൊരു തീരുമാനമായിട്ട് തോന്നിയില്ല. ഒരു സീരീസ് ഓഫ് കുഞ്ഞു തീരുമാനങ്ങളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തിരി നേരത്തിലേക്ക് എത്തിയത്. അപ്പൊ ഒരു വലിയ തീരുമാനം എടുക്കലിന്റെ ഒരു ഭാരം എനിക്ക് അനുഭവപ്പെട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. വിശാഖനോട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയുടെ വിജയത്തിൽ വലിയൊരു പങ്ക് വിശാഖിന്റെ തിരക്കഥയും സംഭാഷണവുമാണ്. ഓർത്തിരിക്കാൻ പറ്റുന്ന, വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആളുകൾ നിത്യജീവിതത്തിൽ ഉദ്ധരിക്കുവാൻ പോകുന്ന കുറഞ്ഞത് 25 വാചകങ്ങൾ, ജീവിതഗന്ധിയായിട്ടുള്ള 25 വാചകങ്ങൾ എങ്കിലും ഈ സിനിമയിലുണ്ട്. ഏത് ഘട്ടത്തിലും, മദ്യപിച്ചിരിക്കുമ്പോഴും മദ്യപിക്കാതെ ഇരിക്കുമ്പോഴും മലയാളി ഭാവിയിൽ പറയാൻ പോകുന്ന, കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ അല്ലെങ്കിൽ പൂർവ്വകാമുകനോടോ നിലവിലുള്ള കാമുകിയോടോ ഒക്കെ പറയാൻ പറ്റുന്ന നിരവധി ജീവിതഗന്ധിയായിട്ടുള്ള വാചകങ്ങളും സംഭാഷണങ്ങളും ഈ ചിത്രത്തിലുണ്ട്. അതിന് ഞാൻ വിശാഖ് ശക്തിയെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും സമയം ഈ പോഡ്കാസ്റ്റിന് വേണ്ടി തന്നതിന്. എനിക്കറിയാം വിശാഖ് യാത്രയിലാണെന്ന്. പ്രശാന്ത് സ്വന്തം സിനിമ 2ാമത്തെ ആഴ്ച മാത്രം കഴിഞ്ഞ സമയത്തുള്ള പ്രശാന്തിന്റെ തിരക്കും എനിക്കറിയാം. ഇത്രയും സമയം ദിലീതായി പോഡ്കാസ്റ്റിന് വേണ്ടി രണ്ടുപേരും നൽകിയതിലുള്ള കൈതവമായ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത്തിരി നേരം ഒത്തിരി ആളുകൾ കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി രണ്ടുപേരും. താങ്ക് യു സോ മച്ച്.